കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവരിവൺ, വെൽക്കം ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ് 5.0. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ UGയിലെ കോമൺ പേപ്പർ ആയിട്ടുള്ള BEGLA 135 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആൻസേഴ്സ് ആണ് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദിസ് പർട്ടിക്കുലർ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഇൻട്രൊഡക്ഷൻ. The IGNOU DE PYQA in-depth analysis and predictive guide for December 2025 is designed to empower BEGLA 135 learners with a data-driven, high-impact revision strategy. Its core purpose is to help students focus their preparations on areas of maximum exam relevance by decoding long-term question patterns, linguistic competencies, and thematic preferences. Through comprehensive trend mapping and insight-based prediction, this guide transforms passive revision into an active strategic study experience, ensuring that learners approach the exam with clarity and confidence. അപ്പൊ നമ്മൾ BEGLA 135ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എക്സാംസ് നമ്മൾ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഡോക്യുമെന്റ് റോഡ് മാപ്പ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയൊക്കെയാണ് ഓർഗനൈസ് ചെയ്ത് നമുക്ക് നോക്കിയിരിക്കാം. ഫസ്റ്റ് നമുക്കുള്ളത് സിലബസ് മാപ്പിംഗ്. അതായത് നമ്മൾ ഈ ഒരു പേപ്പർ നമുക്കറിയാം ബ്ലോക്സുകളായിട്ടും ബ്ലോക്സുകൾ പിന്നീട് യൂണിറ്റ്സുകളുമായിട്ടാണ് ഡിവിഷൻ ഉള്ളത്. സോ ഓരോന്നിന്റെയും എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. So syllabus mapping means a concise breakdown of recurring communicative themes, grammar focus areas, and writing skills that have historically shaped examination questions. പിന്നെ വരുന്നതാണ് എക്സാം പാറ്റേൺ അനാലിസിസ്. അതായത് പ്രീവിയസ് ഇയർ നോക്കിയിട്ട് അതിന്റെ ഒരു സ്ട്രക്ചറും ആൻഡ് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകളിൽ വരുന്ന റീസൺ ചേഞ്ചസും ഷിഫ്റ്റ്സുകളും നമ്മൾ നോക്കും. പിന്നെ ഓഫ്കോഴ്സ് നമുക്കറിയാം ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ അതിൽ നിന്നുള്ള ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളും ഐഡിയസ്, ഇപ്പം കോംപ്രിഹെൻഷൻ ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും ഫങ്ഷണൽ റൈറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിലും കോമൺ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. അതായത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ബേസ്ഡ് ഓൺ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതായത് നമ്മുടെ എക്സാം നമ്മുടെ ഇഗ്നോയുടെ അതേ ഒരു ഫ്രെയിംവർക്കിൽ തന്നെ വീഡിയോ പ്രിപ്പയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ സെയിം എക്സാക്ട് സ്ട്രക്ചറും ഒരു പാറ്റേണുമാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. മെത്തഡോളജി. The analysis is derived from a comparative study of multiple years of examination papers with topic frequency weighted by recency and adjusted for syllabus continuity. Both linguistic and thematic data were quantified to ensure reliable predictive accuracy. സോ നമ്മുടെ BEGLA 135 എന്ന് പറയാൻ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്ത് യു നീഡ് ടു പെർഫോം സ്മാർട്ട് ആൻഡ് പ്രോപ്പർ ആയിട്ട് യു ഹാവ് ടു ഡു ദി റിവിഷൻ സ്ട്രാറ്റജിക്കലി ടു. അപ്പൊ നമുക്കിനി ഓരോന്നും ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ എക്സാമിനേഷന്റെ റെലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ബ്ലോക്സിലെ യൂണിറ്റുകൾ ഏതൊക്കെ ടോപ്പിക്സിനാണ് റെലവൻസ് ഉള്ളത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്ക് 1 ആണ്. അതിൽ യൂണിറ്റ് 1 സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് കോൺവെർസേഷൻസുകളില് ഗ്രീറ്റിംഗ്സ്, എറ്റിക്കറ്റ്, ഷോർട്ട് റെസ്പോൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്കുള്ളത്. ഏകദേശം 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതേസമയം യൂണിറ്റ് 2 സോഷ്യൽ സ്മോൾ ടോക്കിലെ ഡിസ്ക്രൈബിംഗ് പീപ്പിൾ, പൊളൈറ്റ് കോൺവെർസേഷൻസ് 11 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് ഹൈ റെലവന്റ് ഒരു ഏരിയ ആണ്. യൂണിറ്റ് 3 ആണ് ഫീലിംഗ്സ്, എക്സ്പ്രസിംഗ് ഇമോഷൻസ്, ആഡ്വർബ്സ്, പാരഗ്രാഫ് റൈറ്റിംഗ്. അതിലെ ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് 6 ടൈംസ് ആണ്. വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. യൂണിറ്റ് 4 വരികയാണെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അകത്തുള്ള ബോഡി ലാംഗ്വേജ് ആൻഡ് റൂൾ പ്ലേ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് 12 ടൈംസ് ആണ് വി ഹാവ് ദി ക്വസ്റ്റ്യൻസ്. വിച്ച് മീൻസ് ഹൈ റെലവന്റ് ഒരു ഏരിയ ആണത്.
അതേസമയം നമ്മൾ ബ്ലോക്ക് 2ലേക്ക് പോവുകയാണെങ്കിൽ അത് യൂണിറ്റ് 1 ദാറ്റ് ഇസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലെ ഡിസ്ക്രൈബിംഗ് പീപ്പിൾ സൈലന്റ് ലെറ്റേഴ്സ് എന്ന് 5 തവണയും യൂണിറ്റ് 2ലെ ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്സിലെ ടൈം മാനേജ്മെന്റ് ലിങ്കേഴ്സ് റൈറ്റിംഗ് അബൌട്ട് സെൽഫ് എന്ന് 9 ടൈംസും യൂണിറ്റ് 3 മണി മാറ്റേഴ്സിലെ മാനേജിംഗ് മണി കണ്ടീഷണൽ ക്ലാസ്സസ് 7 ടൈംസും ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സോ വിച്ച് മീൻസ് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 1ഉം 2ഉം 3ഉം നമുക്ക് മീഡിയം ലെവൽ റെലവൻസ് ആണ് ഉള്ളത്. അതേസമയം ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആയിട്ടുള്ള പബ്ലിക് സർവീസസിലെ ടെലിഫോൺ ഹെൽപ്പ് ലൈൻസ് ഫ്യൂച്ചർ ആക്ഷൻസ് 10 ടൈംസ് വിച്ച് മീൻസ് ഹൈ റെലവന്റ് ഏരിയ ആണ്. അതേസമയം ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1ലെ മീഡിയയിലെ ന്യൂസ് റിപ്പോർട്ട്സ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് 8 തവണയും യൂണിറ്റ് 2 ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് പാസീവ് വേഴ്സ് 9 ടൈംസും യൂണിറ്റ് 3 പീപ്പിൾ അറ്റ് വർക്കിലെ പ്രൊഫഷൻസ് ഫ്രേസൽ വെർബ്സ് 6 ടൈംസുമാണ് ക്വസ്റ്റ്യൻസ്. സോ വിച്ച് മീൻസ് അഗൈൻ ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. ഇനി ബ്ലോക്ക് 3ലെ യൂണിറ്റ് 4ലെ സ്മെൽ ഓഫ് ഫുഡിനകത്തുള്ള സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ യൂസ് ടു വുഡ് എന്ന് പറയുന്ന സെക്ഷൻസ് ചെയ്യുന്ന 10 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് വിച്ച് മീൻസ് ഒരു ഹൈ റെലവൻസ് ഏരിയ ആണ്. നമ്മൾ ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1ലെ ദാറ്റ് ഇസ് സോഷ്യൽ ഇൻജസ്റ്റിസിലെ താക്കോസ് വെൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് 9 ടൈംസും ദാറ്റ് മീൻസ് ഒരു മീഡിയം ലെവൽ ആണ് റെലവൻസ് ഉള്ളത്. അതേസമയം നമ്മൾ യൂണിറ്റ് 2ഉം 3ഉം നമുക്ക് ഹൈ റെലവന്റ് ആണ്. ഇപ്പൊ യൂണിറ്റ് 2ലെ മേക്ക് പീസ് നോട്ട് വാർ എന്ന് പറയുന്ന യൂണിറ്റിലെ ഡയറി എൻട്രീസ് ഹീൽ ദ വേൾഡ് 11 ടൈംസും യൂണിറ്റ് 3 യങ് ലീഡേഴ്സിലെ ബയോഗ്രഫിക്കൽ പ്രൊഫൈൽ സ്പീച്ച് റൈറ്റിംഗ് 12 ടൈംസും ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് വിച്ച് മീൻസ് അഗൈൻ ഒരു ഹൈ റെലവന്റ് ഏരിയ ആണ്. സോ യൂണിറ്റ് 4 ഇസ് ഡൂയിങ് അവേ വിത്ത് എക്സാംസിൽ എസ്സേ ആൻഡ് ലെറ്റർ റൈറ്റിംഗ് 7 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ റെലവൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ നമ്മളൊരു ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ഉള്ളത് ദാറ്റ് വാസ് ഫ്രം ബ്ലോക്ക് 4 ആണ്, പിന്നീട് ബ്ലോക്ക് 1ഉം പിന്നെ ബ്ലോക്ക് 3ഉം ലാസ്റ്റ് ബ്ലോക്ക് 2. നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബോഡി ലാംഗ്വേജ് ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്ട് നോട്ട്സുകളായിട്ടും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തും പലപ്പോഴും ചോദിച്ച ഒരു ടോപ്പിക്കാണ് ബോഡി ലാംഗ്വേജ് ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ വരുന്നത് യങ് ലീഡേഴ്സ് ആൻഡ് സോഷ്യൽ അവയർനെസ് തീംസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് സ്പീച്ചസ് ഫോമിലും ഡയറി എൻട്രീസിലും എല്ലാം ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട് ഇൻ ദ ഫോം ഓഫ് റീസണിങ് ആൻഡ് ഫ്ലുവൻസിയിലും. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പബ്ലിക് സർവീസസ് ആൻഡ് ഡെയിലി യൂസ് കമ്മ്യൂണിക്കേഷൻ. അത് ഡയലോഗ്സ് ഫോം ആൻഡ് ഗ്രാമർ റൈറ്റിംഗിലൊക്കെ വളരെയധികം കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നെക്സ്റ്റ് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ നമ്മള് 2022 ജൂൺ തൊട്ട് 2025 ജൂൺ വരെ സെഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകൾ നോക്കാം. അതിൽ ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് ദാറ്റ് ഇസ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ്. പലപ്പോഴും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ടെസ്റ്റിംഗ് കോംപ്രിഹെൻഷനുകളായിട്ടും റീസണിംഗ് ക്വസ്റ്റ്യൻസും ലിംഗ്വിസ്റ്റിക് ക്ലാരിറ്റിയുമാണ്. ആൻഡ് അതിനകത്ത് തന്നെ നമുക്ക് റിഫ്ലക്റ്റീവ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ ബേസ്ഡ് വർക്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 20 മാർക്സ് ആണ്. വേർഡ് കൗണ്ട് എക്സ്പെക്ടഡ് എന്ന് പറയുന്നത് 250 to 350 വേർഡ്സ് ആണ്. പിന്നെ വരുന്ന ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കോൺസെപ്റ്റ് ഫോക്കസ് റെസ്പോൺസസ് ആണ്. റിക്വയറിംഗ് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ്. 8 to 10 മാർക്സ് ആണ് മാർക്ക് റേഞ്ച് വരിക. എക്സ്പെക്ടഡ് വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 200 to 250 വേർഡ്സ് ആണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പും സെമി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പൊ ടെൻസസും മോഡൽസും ആർട്ടിക്കിൾസും പ്രപ്പോസിഷൻസും ഫ്രേസൽ വെർബ്സും എല്ലാം വരാറുണ്ട്. അപ്പൊ ഏകദേശം 20-25 മാർക്സ് ആണ് ഉണ്ടാവുക. 1 to 2 ലൈൻസ് പെർ ഐറ്റം ആയിരിക്കും നമ്മുടെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള വേർഡ് കൗണ്ട് എന്ന് പറയാം. പിന്നെ അടുത്ത് വരുന്ന ഒരു ടൈപ്പാണ് ഡയലോഗ് ഓർ ഫങ്ഷണൽ റൈറ്റിംഗ്. അതിൽ വരുന്നതാണ് റോൾ ബേസ്ഡ് കമ്മ്യൂണിക്കേറ്റീവ് ടാസ്ക് സച്ച് എസ് കോൺവെർസേഷൻസ് ഇന്റർവ്യൂസ് ഡയറി എൻട്രീസ് 10 to 15 മാർക്സ് ആണ്. സോ ഒരു 10 to 12 ടേൺസ് ഒരു 150 to 200 വേർഡ് കൗണ്ട് ആണ് എക്സ്പെക്ടഡ് ആയിട്ട് വരിക. പിന്നെ വരുന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ദാറ്റ് ഇസ് പാസേജ് ബേസ്ഡ് ഇന്റർപ്രിറ്റേഷൻ അസസിംഗ് ദി വൊക്കാബുലറിയും ഇൻഫറൻസും ആൻഡ് എക്സ്പ്രഷൻ ആണ്. 15 to 20 മാർക്സ് ആണ് എക്സ്പെക്ട് ചെയ്ത് നമുക്ക് നോർമലി വരിക മാർക്സ്. സോ വേർഡ് കൗണ്ട് നമ്മൾ 5 to 10 ഷോർട്ട് ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസുകളുടെയും ഒരു ഫോർമാറ്റും എക്സ്പെക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് റീസണിംഗ് ടൈപ്പിലായിട്ടായിരിക്കും വരിക. അനലിറ്റിക്കൽ ബേസ്ഡും തീമാറ്റിക്കൽ ബേസ്ഡ് ആയിരിക്കും. സോ വളരെ ഫ്ലുവന്റ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും യു ഹാവ് ടു റൈറ്റ് 250 to 350 ആണ് നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് പറയാം. അതേസമയം ഷോർട്ട് നോട്ട്സുകൾ ആണെങ്കിൽ 8 to 10 മാർക്സ് ആണ്. നമ്മൾ സമ്മറൈസ് ചെയ്ത് വളരെ ക്ലാരിറ്റിയോട് കൂടി എഴുതുക. ആൻഡ് ആൻസേഴ്സ് വളരെ പ്രിസൈസ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് എക്സാമ്പിൾസ് ഉൾപ്പെടെ വേണം യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദി ആൻസർ. പിന്നെ നമ്മുടെ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ബേസ് 20-25 മാർക്സ് ആണ്. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ ബേസിക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഗ്രാമറിന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദി ആൻസേഴ്സ്. പിന്നെ വരുന്നത് ഡയലോഗ് ഓർ ഫങ്ഷണൽ റൈറ്റിംഗ് ആണ്. 10 to 15 മാർക്സ് ആണ്. അവിടെ നമ്മുടെ പ്രാക്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുകൾ ഇന്ററാക്റ്റീവ് റൈറ്റിംഗിലൂടെ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. സോ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ വളരെ റിയലിസ്റ്റിക്കൽ ആയിട്ട് ആ കോണ്ടെക്സ്റ്റിനും അപ്രോപ്രിയേറ്റ് ഉള്ള ലാംഗ്വേജും കാര്യങ്ങളും യൂസ് ചെയ്ത് വേണം യു ഹാവ് ടു ഫ്രെയിം യുവർ ആൻസേഴ്സ്.
നമുക്കൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 കമ്മ്യൂണിക്കേഷൻ ബേസിക്സ് 22 ആണ് നമ്മുടെ ഒരു ആവറേജ് ഒരു മാർക്സ് എന്ന് പറയാം. ആൻഡ് ബ്ലോക്ക് 2 സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 20% ആണ് നമുക്ക് അതിന് ടോട്ടൽ ഷെയർ വരിക. പിന്നെ ബ്ലോക്ക് 3 മീഡിയ ആൻഡ് എക്സ്പ്രഷൻ 28%, ബ്ലോക്ക് 4 കണ്ടംപററി ഇഷ്യൂസ് 30%ആണ് നമ്മുടെ ടോട്ടൽ ഷെയർ അതിനകത്ത് വരുന്നത്. സോ നമ്മൾ ഈ പാറ്റേണിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് എന്ന് പറയുമ്പോൾ ഏകദേശം 25% ടു 35% ടോട്ടൽ മാർക്സ് ഉണ്ടാകും. പിന്നെ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു കോംപ്രഹെൻഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആയിരിക്കും ഫോക്കസ് ചെയ്യാം. ഗ്രാമർ സെക്ഷൻസുകളിലേക്ക് വരുമ്പോഴത്തേക്ക് 25%ഓളം ആയിരിക്കും ഒരു വെയിറ്റേജ് ഉണ്ടാവുക. ഡയലോഗ് ബേസ്ഡ് ടാസ്ക് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഒരു കണ്ടിന്യൂസ് ഒരു നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് കോമ്പീറ്റൻസ് ബേസ്ഡ് ആയിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻസുകളും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഇനി ടൈം എങ്ങനെ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സാം ടോട്ടൽ 3 hours ആണ് നമുക്കുള്ളത്. 100 marks ആണ് പേപ്പറിന് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ എസ്സേസ് അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് പറയുമ്പോൾ ഏകദേശം ഒരു 60 minutes നമുക്ക് ടോട്ടലി അതിനുണ്ടാകും. സോ നമ്മൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്ത് റിവ്യൂ ചെയ്യുക. പിന്നെ ഗ്രാമർ ലാംഗ്വേജ് സെക്ഷൻ ഒരു 45 minutes കൊടുക്കുക. കാരണം 25 marks ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ നമ്മുടെ ഒരു ആക്യുറസിയും സ്പീഡും ആണ് നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് നോട്ട്സുകളിലേക്ക് വരികയാണെങ്കിൽ 30 minutes ആയിരിക്കും. 15 marks ആണ്. വളരെ കൺസൈസ് ആയിട്ട് പോയിന്റ്സുകളും കാര്യങ്ങളും ഫ്രെയിം ചെയ്ത് എഴുതുക. പിന്നെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രിഹെൻഷൻ ആൻഡ് ഡയലോഗ് ടാസ്ക് 45 minutes ആയിരിക്കും നമ്മുടെ ടൈം നമ്മൾ അലോട്ട് ചെയ്യുക. കാരണം ഒരു 25 marks ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ബോഡി ലാംഗ്വേജ്. അത് ഏകദേശം 8 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ സ്മോൾ ടോക്ക്. അത് നമുക്ക് 7 times ആണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പിയർ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഏറ്റവും അധികം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എ ഡയലോഗ് ബിറ്റ്വീൻ 2 friends ഓൺ എ ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് 2 friends തമ്മിൽ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഡയറി എൻട്രീസ് ഡിസ്ക്രൈബിംഗ് പേഴ്സണൽ ഓർ സിഗ്നിഫിക്കന്റ് ലൈഫ് ഇവന്റ്സ്. അത് 9 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതേസമയം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ യങ് ലീഡേഴ്സ് ഓഫ് ടുഡേ നിന്നും 6 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആണ് ഡിസ്ക്രൈബ് ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലാൻഡ് 6 times. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ഹീൽ ദ വേൾഡ് ഓർ മേക്ക് പീസ് നോട്ട് വാർ 7 times. കംപ്ലീറ്റ് എക്സസൈസസ് ഓൺ പ്രൊപോസിഷൻസ് ഓർ മോഡൽസ് 10 times ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം ഡിസ്ക്രൈബ് എ പ്രൊഫഷൻ ഒരു 5 times. റൈറ്റ് അബൌട്ട് എ ഫിലിം ഓർ ബുക്ക് യു ഹാവ് റീസെന്റ് സീൻ ഓർ റെഡ് 6 times ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ വരുന്ന ക്വസ്റ്റ്യൻ ടോപ്പിക് അത് ഏത് ബ്ലോക്കിൽ നിന്നും എത്ര തവണ വന്നു നോക്കാം. ആൻഡ് ഓൾസോ അതിന്റെ ആവറേജ് മാർക്സ് നമുക്ക് നോക്കാം. ബോഡി ലാംഗ്വേജ് എന്ന ക്വസ്റ്റ്യൻ ടോപ്പിക് ബ്ലോക്ക് 1 നിന്നാണ്. നമുക്ക് ഏകദേശം 8 തവണയാണ്. ഒരു ആവറേജ് മാർക്സ് 10 ആണ്. സോഷ്യൽ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ അഗൈൻ ഫ്രം ബ്ലോക്ക് 1 വിത്ത് 7 അപ്പിയറൻസും ഒരു ആവറേജ് മാർക്സ് 10 ആണ്. അതേസമയം 15 മാർക്ക് ആവറേജ് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ബ്ലോക്ക് 4 വരുന്നത്. ഡയലോഗ് റൈറ്റിംഗ് 10 തവണയും ഡയറി എൻട്രീസ് 9 തവണയുമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതേസമയം നമ്മുടെ ബ്ലോക്ക് 4 യങ് ലീഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് 6 times 10 മാർക്കാണ് ആവറേജും. ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടോപ്പിക് ഫ്രം ദിസ് ബ്ലോക്ക് 3 ആണ്. 6 times അപ്പിയറൻസും ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ ഹീൽ ദ വേൾഡ് ഓഫ് പീസ് റൈറ്റിംഗ് ഇസ് ഫ്രം ബ്ലോക്ക് 4 ആണ്. 7 times ക്വസ്റ്റ്യൻസ് അപ്പിയർ ആയിട്ടുണ്ട്. ആവറേജ് മാർക്സ് 10 ആണ്. പിന്നെ ഗ്രാമർ ഓർ പ്രൊപോസിഷൻ മോഡൽസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് ഫ്രം ഓൾ ദി ബ്ലോക്സ്. നമുക്ക് ഏകദേശം ഒരു 10 times ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഒരു ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 20 ആണ്. പിന്നെ നമുക്ക് പ്രൊഫഷൻസ് നമ്മൾ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിനകത്ത് ഇറ്റ്സ് ഫ്രം ബ്ലോക്ക് 3 ആണ്. 5 times ആണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആൻഡ് ഓൾസോ ഒരു ആവറേജ് വരുന്ന മാർക്സും 5 തന്നെയാണ്. പിന്നെ ഫിലിം ഓർ ബുക്ക് റിവ്യൂസ് ഓൾസോ ഫ്രം ബ്ലോക്ക് 3 ആണ്. 6 times അപ്പിയർ ആയിട്ടുണ്ട്. ആൻഡ് 10 ആണ് അതിന്റെ ആവറേജ് മാർക്സ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഇത് എങ്ങനെ ഒരു സ്ട്രാറ്റജിക് ഒരു അഡ്വൈസ് ടൈം പ്ലാനിൽ നമുക്ക് നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ 2 തവണയെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യാം. ഒരു 5 minutes ഔട്ട്ലൈൻ ചെയ്യുക. റൈറ്റ് ഇൻ 12 minutes ആയിരിക്കണം. ഒരു സാമ്പിൾ വൊക്കാബുലറി ബാങ്ക്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് യു ഹാവ് ടു യൂസ് ദ വേർഡ്സ് റെക്കറിംഗ് ഇൻ യുവർ ആൻസേഴ്സ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്സുകൾ വെച്ചിട്ടുള്ള ഒരു പൈ ചാർട്ട് ആണ്. ഇതിന് ഓരോ പെർസെന്റേജും എത്ര തവണ ചോദിച്ചു ഇന്ന ടോപ്പിക് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പൈ ചാർട്ടിനകത്ത് കാണിച്ചിരിക്കുന്നത്.
സോ നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്മോൾ ടോക്കിലെ ടോപ്പിക് ഉണ്ട്. ഷോർട്ട് ഡയലോഗ്സ് ഡിസ്ക്രൈബിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിന് ഏകദേശം 88% നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. വിച്ച് മീൻസ് ഒരു ഹൈ കാറ്റഗറി ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 ബോഡി ലാംഗ്വേജില് നോൺ വെർബൽ ക്യൂസ് പാരഗ്രാഫ് റൈറ്റിംഗ് എന്ന സെക്ഷൻ 82% ആണ് ചോദിക്കാനുള്ള പ്രോബിലിറ്റി. വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ കാറ്റഗറി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ബ്ലോക്ക് 2 പബ്ലിക് സർവീസസിലെ ടെലിഫോൺ ഹെൽപ്പ് ലൈൻസ് റൈറ്റിംഗ് ആക്ടിവിറ്റീസ് അത് 75% ആണ് പ്രോബബിലിറ്റി. വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ കാറ്റഗറി തന്നെയാണ്. പിന്നെ നമുക്കിനി മീഡിയം ലെവൽ കാറ്റഗറീസ് വരുന്നത് നോക്കാം. ഇതിൽ ബ്ലോക്ക് 2 ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്സ് ടൈം മാനേജ്മെന്റ് ലിങ്ക് 65%. അഗൈൻ നമ്മുടെ ബ്ലോക്ക് 3 ടോപ്പിക്സുകളായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലൻഡും അതിലെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് കൾച്ചർ 68%. പിന്നെ ദ മീഡിയ അതിലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് 55%ആണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി എന്ന് പറയാം. നമ്മൾ ബ്ലോക്ക് 3 വരികയാണെങ്കിൽ സ്റ്റോറി ബിൽഡിംഗ് യൂസ് അതേപോലെ തന്നെ ബ്ലോക്ക് 4 യങ് ലീഡേഴ്സ് ബയോഗ്രഫിക്കൽ റൈറ്റിംഗ് സ്പീച്ചസ് 80%. ബ്ലോക്ക് 4 മേക്ക് പീസ് നോട്ട് വാറിലെ ഡയറി എൻട്രി സോങ് ബേസ്ഡ് റൈറ്റിംഗ് 72% വിച്ച് മീൻസ് ഒരു ഹൈ ലെവൽ കാറ്റഗറി തന്നെയാണ്. ആൻഡ് ബ്ലോക്ക് 4 ഡൂയിങ് അവേ വിത്ത് എക്സാംസിൽ പേഴ്സൺ ലെറ്റർ 63%ഓളമാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വിച്ച് മീൻസ് ഒരു മീഡിയം ലെവൽ കാറ്റഗറിയാണ് അത്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന റീസൺ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ നമുക്ക് സോഷ്യൽ സ്മോൾ ടോക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഏകദേശം ഒരു 7 തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷൻസ് ആണ്. ആൻഡ് പിന്നെ നമുക്ക് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് 6 ടൈംസ് അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഒരു ടോപ്പിക് ആണ്. നമ്മുടെ ഷോർട്ട് നോട്ട്സുകളിലും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ പബ്ലിക് സർവീസ് എന്ന് പറയുന്ന ടോപ്പിക് പലപ്പോഴും റിയൽ ലൈഫ് കമ്മ്യൂണിറ്റി സ്കില്ലുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്മെൽ ഓഫ് ഫുഡ് നമുക്ക് സ്റ്റോറി റൈറ്റിംഗ് ടാസ്കിൽ റിയപ്പർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് 2023-ലും 24-ലും. പിന്നെ യങ് ലീഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മേക്ക് പീസ് നോട്ട് വാർ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് തീംസിനായിട്ട് ഫ്രം 2022 തൊട്ടേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരു ഹൈ പ്രയോറിറ്റി, ലോവർ പ്രയോറിറ്റി, മിഡ് ലെവൽ എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടുള്ള ടോപ്പിക്സുകളാണ്. ഒന്ന് സോഷ്യൽ സ്മോൾ ടോക്ക്, ബോഡി ലാംഗ്വേജ്, യങ് ലീഡേഴ്സ്, മേക്ക് പീസ് നോട്ട് വാർ, സ്മെൽ ഓഫ് ഫുഡ്, പബ്ലിക് സർവീസസ്. നമ്മൾ ഫ്ലാഷ് കാർഡ്സുകൾ വഴി ഇതിനെ നല്ലവണ്ണം റിവൈസ് ചെയ്ത് എപ്പോഴും പ്രിപ്പയർഡ് ആക്കി വെക്കുക ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അത്. പിന്നെ നമുക്ക് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടുള്ള ഒരു ലിസ്റ്റിനകത്ത് വരുന്ന ടോപ്പിക്സുകളാണ് ഡിസ്ക്രൈബിംഗ് ഡെയിലി ഇവന്റ്സ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് ദ മീഡിയ, ഡൂയിങ് അവേ വിത്ത് എക്സാംസ്. പലപ്പോഴും നമ്മുടെ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മീഡിയം ലെവൽ കാറ്റഗറി കൊടുക്കാൻ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട മറ്റൊരു സെക്ഷൻസ് ഓഫ് ടോപ്പിക്കുകളാണ്. പിന്നെ നമുക്ക് ലീസ്റ്റ് വരുന്നതാണ് ലോ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷനകത്ത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ നോക്കാനുള്ള ടോപ്പിക്സുകൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, ഫീലിങ്സ്, പീപ്പിൾ അറ്റ് വർക്ക് ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് സ്ട്രാറ്റജീസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ പാസേജസ് വായിക്കുക. അതിൽ നിന്നുള്ള ഡെഫിനിഷൻസും ഗ്രാമറും കാര്യങ്ങളും കൃത്യമായിട്ട് യു ഹാവ് ടു കീപ്പ് എ നോട്ട് ഓഫ് ഇറ്റ്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് നോക്കാനുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ December 2025 എക്സാക്ട് ഇഗ്നോട് അതേ ഒരു പാറ്റേണും കാര്യങ്ങളും ഫോളോ ചെയ്ത് മിമിക് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ BGLA 135 ഇംഗ്ലീഷ് ഇൻ ഡെയിലി ലൈഫ്, ടൈം 3 hours ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും യു ഹാവ് ടു അറ്റംപ്റ്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു പാസേജ് തന്നിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 30 മാർക്കാണ് അവിടെ ഉള്ളത്. അപ്പൊ തന്നിരിക്കുന്ന പാസേജ് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ നല്ലവണ്ണം വായിക്കാം. വായിച്ചതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻസ് തന്നിരിക്കും. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്കാണ്. അങ്ങനെ നമുക്ക് ടോട്ടൽ ഇവിടെ 10 മാർക്ക് കിട്ടും. അപ്പൊ നമുക്ക് വായിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ പാസേജുമായിട്ട് നോക്കി അതിനനുസരിച്ചിട്ട് വേണം യു ഹാവ് ടു ഫ്രെയിം ദി ആൻസർ. അപ്പൊ നമ്മൾ പാസേജ് വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് അതിൽ നോക്കി നമ്മൾ ആൻസറുകൾ 1 by 1 ആയിട്ട് എഴുതി വെക്കാം. പിന്നെ ബി സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 5 എണ്ണം ഉണ്ട്. അതിനകത്ത് നിന്ന് സിമിലർ ആയിട്ടുള്ള വേർഡ്സുകളും ഫ്രേസസും വരുന്ന കണക്കുള്ളത് നോക്കി വെക്കാം. പിന്നെ സെക്ഷൻ സി എന്ന് പറയാൻ നമുക്കൊരു വേർഡ്സുകൾ തന്നിരിക്കും. അത് വെച്ച് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു മീനിങ് ഫുൾ ആൻഡ് സെൻസിബിൾ സെന്റൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അത് മീനിങ് ഫുൾ ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം, ഗ്രാമാറ്റിക്കലി കറക്റ്റും ആയിരിക്കണം. പിന്നെ ഡി എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് വെച്ചാൽ ഇൻ അബൌട്ട് 150 to 200 വേർഡ്സ് എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് എ പബ്ലിക് പ്ലേസ് വെയർ പീപ്പിൾ ഇൻ യുവർ ഏരിയ മീറ്റ് regularly and explain how communication there could be improved to make life faster, easier and more pleasant for everyone. അപ്പൊ നമ്മളുടെ രീതിക്ക് അനുസരിച്ച് you have to frame that. Again 10 marks ആണ്.
പിന്നെ അടുത്ത വരുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട്സുകൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾ 4 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഉറപ്പുള്ള 2 എടുത്ത് എഴുതുക. ഓരോന്നിന്റെ മാർക്ക് നമുക്ക് വരുന്നത് 10 മാർക്സ് ആണ്. സോ വിച്ച് മീൻസ് 2 into 10 ആകുമ്പോഴത്തേക്ക് 20 മാർക്സ് ആണ്. വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 300 to 350 വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് എന്ന് പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ 3 വരും നമ്മുടെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ബ്ലാങ്ക്സുകൾ ഉണ്ട്, ഓരോന്നിനും 1 മാർക്ക് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ വേർബിന് കറക്റ്റ് ഫോം ആണ് ബ്രാക്കറ്റ് തന്നിരിക്കുന്നത് വെച്ച് ടെൻസും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആക്കി സബ്ജക്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ബ്രാക്കറ്റിന് ആ ഒരു ബ്ലാങ്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യൻസിനും 1 മാർക്കാണ്. സിമിലർലി അടുത്ത പ്രപ്പോസിഷൻ വരുമ്പോൾ നമുക്ക് ബ്ലാങ്ക് തന്നിരിക്കും, ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രപ്പോസിഷൻസുകൾ അവിടെ ഫില്ല് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഇനി അടുത്ത നമുക്ക് വരുന്ന 5 ക്വസ്റ്റ്യൻസിനകത്ത് ആർട്ടിക്കിൾസുകൾ, ഇപ്പൊ എ ആൻഡ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസുകൾ എഴുതുക. ഇൻ കേസ് നമുക്ക് ആർട്ടിക്കിൾ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ആ സ്പേസ് അങ്ങ് ലീവ് ചെയ്യാം. പിന്നെ വരുന്ന മോഡൽസുകൾ, ഇപ്പൊ നമുക്ക് ഇവിടെ മസ്റ്റ്, ഷുഡ്, മേ, കുഡ്, ക്യാൻ എന്നൊക്കെ പറയുന്ന മോഡൽസുകൾ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ഇവിടെ ഏതൊക്കെയാണോ കറക്റ്റ് ആയിട്ട് ഫില്ലിൻ ആവുക അത് നമ്മൾ ഫില്ലിൻ ചെയ്ത് എഴുതുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ന് പറയുമ്പോൾ നമ്മൾ വൊക്കാബുലറി, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സിന്റെ ആന്റോണിംസുകൾ നമ്മൾ വെക്കുക. നമ്മൾ അതിന് മുന്നേ ഉള്ള പ്രിഫിക്സുകൾ ആഡ് ചെയ്തിട്ട് ആന്റോണിംസ് മീൻസ് ഓപ്പോസിറ്റ് മീനിങ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം പൊളൈറ്റ് ആണെങ്കിൽ ഇംപൊളൈറ്റ്, ലീഗൽ ആണെങ്കിൽ ഇല്ലീഗൽ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഫ്രേസൽ വേർബ്സുകൾ യൂസ് ചെയ്ത് ഈ ഉള്ള ബ്ലാങ്ക്സുകൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് 5 ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന 5 പ്രൊഫഷൻസുകൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് 1-2 സെന്റൻസ് വെച്ചിട്ട് അവർ എന്തൊക്കെയാണ് ഈ പ്രൊഫഷനകത്ത് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ ഓൺ വേർഡ്സ് എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് 5 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പം റൈറ്റ് 2 സ്യൂട്ടബിൾ adjectives to describe each other. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ വേർഡ്സിന് അനുയോജ്യമായിട്ടുള്ള 2 adjectives, which means ആ തന്നിരിക്കുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതെങ്കിലും 2 വേർഡ്സുകൾ ചേർക്കാം. അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അത് ഓരോന്നിനും നമുക്ക് 5 മാർക്സ്, മീൻസ് ഓരോന്നിനും 1 മാർക്കാണ്. നമ്മൾ ടോട്ടൽ 5 മാർക്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. ആൻഡ് ലാസ്റ്റ് വരെ നമുക്ക് ഒരു 10 മാർക്സിനതാണ് 2 ഓപ്ഷൻസ് ഉണ്ടാകും. അതിനകത്ത് ഏറ്റവും ഷുവർ ഏതാണ് നമുക്ക് ക്വസ്റ്റ്യൻ അത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പം അത്രയുമാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പേപ്പറിനകത്തുള്ളത്. അപ്പം ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് വെരി ക്ലിയർ ടു യു. ആൻഡ് ഇതിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അത് നോക്കുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ കമ്മിങ് അപ്പ് എക്സാം. ഡു വെൽ ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.